ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് പറഞ്ഞിട്ട്. ആ കൊടുക്കാനുള്ളതാണ്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാ. ഞാൻ കൊടുക്കേണ്ടത് കുറെ ആൾക്കാരോട് പറഞ്ഞിനി. അപ്പൊ ആൾക്കാർ പറഞ്ഞിപ്പോയി നിങ്ങൾ ഇങ്ങനെ അറിയപ്പെട്ട ഇതിനെ പറ്റി. അല്ല ഞാൻ പരസ്യം കണ്ടിനി കൊടുത്തിനി. വഴി കൊടുക്കൂല വണ്ടി എന്തായാലും 100% വിശ്വസിച്ചെടുക്കാം. പിന്നെ അതിന്റെ പറഞ്ഞാല് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്സാ, അടൽഫറിന്റെ ഗ്ലാസ്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ നോക്കാണ് തട്ടോ മുട്ടോ ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗ്ലാസ് ഫ്രെയിമിന്റെ കാര്യം ഇനി എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടിയിലൊന്നും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കി അപ്പൊ അതിന്റെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കി ഒന്നുമില്ല. ഒന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ വഴി കൊടുക്കൂല 100% നിങ്ങൾക്ക് ഉറപ്പിച്ച് തരാൻ പറ്റും. അപ്പോ മറ്റേ വണ്ടി നല്ല കണ്ടീഷനുള്ള വണ്ടിയല്ലേ? 100% കണ്ടീഷനാണ്. 99 വരാം, 100 വരാൻ പറ്റില്ല. 99 ഞാൻ പറയുള്ളൂ. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് പോവാം. താല്പര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക്. നിങ്ങൾ ഓടിയിട്ട് എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. അല്ല ഞങ്ങളോട് പറഞ്ഞു 99 ഞാൻ പറയും. 1% പിന്നെ നമ്മളെ കയ്യിലല്ലല്ലോ. ഞാൻ എത്ര കാലം കൊണ്ടു നടന്നിട്ട് ഇതുവരെ ഒരു ഇത് ഞാൻ കണ്ടില്ല. സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്. ഫുൾ പവർ സ്റ്റാറിംഗ് അല്ലേ? റെഡിയാ. ഫുള്ള് വിൻഡോ. ഇതെന്താ സ്വിച്ച്? അത് എസിന്റെ സ്വിച്ച്. ഇപ്പൊ ആദ്യമായിട്ട് വണ്ടി എടുക്കുക. എസി ഒക്കെ ഉണ്ടല്ലേ ഉള്ളില്? എസി ഒക്കെ ഉണ്ട്. ഫുള്ള് സെറ്റിങ്ങിലാണ് ഞാൻ വണ്ടി സെറ്റാക്കി. എസി നല്ല ഹൈ പവർ കണ്ടീഷനാണ് മോട്ടോർ. അപ്പൊ ഇതിന്റെ കറണ്ട് ബില്ലൊക്കെ? കറണ്ട് ബില്ല് അവിടെ കൊടുക്കണ്ടാന്ന്. കറണ്ട് ബില്ല് നമ്മളെ പെട്രോൾ അടിക്കുന്നതിൽ ലേശം മാറ്റം വരുള്ളൂ. അങ്ങനെ വരുള്ളൂ. അങ്ങനെ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ കറണ്ട് ബില്ലൊന്നും കട്ടണ്ട. വൈപ്പർ ഒന്ന് ഓണാക്കി നോക്കിയാ വൈപ്പർ അടിക്കില്ലേ? വൈപ്പർ ഞാൻ എപ്പോഴെങ്കിലും ഓണാക്കുള്ളൂ. എന്തിനാ ഞാൻ വൈപ്പർ ഓണാക്കണേ? ഞാൻ എനിക്ക് പോയി കടത്ത പണി മണൽ വണ്ടി കൊണ്ടുപോകണ പണിയാണ്. അപ്പൊ അവിടെ ആരെങ്കിലും ഹെഡ്ലൈറ്റ് അടിച്ചു തരും പോലീസുകാരുണ്ടോന്ന് വെച്ച് കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വൈപ്പർ കൊടുക്കുക ഇല്ലാതെ അങ്ങനെ കാണിച്ചു കൊടുക്കും. അതിന് മാത്രമേ ഞാൻ വൈപ്പർ ഉപയോഗിക്കുള്ളൂ. അല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യം വരില്ല. ഞാൻ വൈപ്പർ എപ്പോഴെങ്കിലും ഒക്കെ തുടലുള്ളൂ. നിങ്ങളിട്ടപ്പോ റെഡി അല്ലേ? ഞാൻ ഇടുമ്പോൾ വർക്കാവില്ല സംഭവം. അപ്പൊ പോലീസുകാർ ഇങ്ങോട്ട് വരണ്ട. പോലീസുകാരുണ്ട്. ഇല്ല നിങ്ങൾ വരണ്ടാ തരാൻ വേണ്ടിട്ട് മാത്രമേ ഞാൻ വൈപ്പർ എടുക്കൂ. അങ്ങനെ ഒരു പകരം വേറെ കാര്യത്തിൽ ഞാൻ വൈപ്പർ ഇടില്ല. വലിവ് നല്ല കൂടുതലാണല്ലോ വണ്ടിക്ക്. ഞാൻ കുറച്ച് കൂട്ടി വെച്ചിനി. ഞാനേ വയനാട് ചുരം കയറി. അപ്പൊ ഞാൻ ഒന്ന് കൂട്ടി വെച്ചിനി. അതിന് അത്ര ആവശ്യമില്ല നമുക്ക് ഇതിന്. ഇത് ഞാൻ കുറച്ച് ഇനി കൊണ്ടുപോയിട്ട് കുറച്ചാളുടെ അത്ര ആവശ്യമില്ല അപ്പൊ. ഓഫായി പോയി. അല്ല വവടനല്ലേ? ആ വവട ആകെ കുടിക്കും. ഞാൻ ആ വണ്ടി ചെങ്ങയ്ക്ക് കൊടുത്ത് പെട്ട് ഞാൻ. അത് വെച്ചാല് വണ്ടി ഒന്നോ ട്രയൽ പോകണമെന്നല്ല. ഞാൻ 100% 99 ഞാൻ പറഞ്ഞോളൂ. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ വണ്ടി കൊത്തി കണ്ടോ. നിങ്ങൾ എന്തിട്ടും വെക്കാൻ നിങ്ങൾ ഏതടുത്തെന്ന് പറഞ്ഞു. ഇത്രയും കാലമായിട്ട് അങ്ങനെ സംഭവം സംഭവിച്ചില്ല. വണ്ടി നമ്മളെല്ലാം അറിയുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾ ഉള്ളിൽ ക്ലിയർ ആകട്ടല്ലേ ഞാൻ അവന് കൊടുത്തേ. എന്താ കയറി പെട്ടെന്നാണ് നമുക്ക് ഉണ്ടാക്കി. നല്ല കണ്ടീഷൻ വണ്ടി. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഞാൻ 99% പ്രശ്നം മിസ്സിംഗ് ആയി വണ്ടി. നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും 25 വർഷമായി ഇതുവരെ ഞാനല്ല ഇപ്പൊ പെട്ടെന്ന് കംപ്ലൈന്റ് വന്നിട്ടില്ല. അതാണ് ഞാൻ എപ്പോഴും എടുത്ത് വരുന്ന ആളല്ലേ. നോക്കി 5 മിനിറ്റ് ഇപ്പൊ റെഡിയാക്കി തരാം. മതി. 50 പാർട്ടിക്കാർക്ക് കൊടുക്കാമല്ലേ നമ്മള്. ഈ വണ്ടിക്ക് ഒരു കേടില്ല. ഞാൻ കുറേ നേരം നോക്കിയിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇതിന് കണ്ടിട്ടില്ല. അതിന്റെ പെട്രോൾ തീർന്നു. പെട്രോൾ നിങ്ങൾ എത്ര നേരമായി വണ്ടി കംപ്ലൈന്റ് കാണില്ല. അപ്പോഴാണ് നോക്കിയത്.
അപ്പോഴല്ലേ ഇത് അറിയണത് പെട്രോൾ തീർന്നാണെന്നുള്ളത്. എന്നാലും പെട്രോൾ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ടൈം എടുത്ത് ഞങ്ങളെ സമയം എത്ര വേസ്റ്റ് ചെയ്യാറ്. സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ദിവസം തന്നെ ഞങ്ങളിത് പോയി രാവും പകലായിട്ട് ഏതായാലും അതൊക്കെ പോട്ടെ. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി നിൽക്കും. വൈക്കലായി ഇനിയിപ്പോ മൂപ്പരോട് പോയി ധൈര്യമായിട്ട് കൊടുക്കാലോ. പെട്രോൾ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി പോകും. വണ്ടിക്ക് നല്ല കണ്ടീഷൻ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇനി പെട്രോൾ വെച്ചിട്ട് നമുക്ക് അവിടെ പോവാം.